മരിച്ച് 56 വർഷത്തിന് ശേഷം മഞ്ഞുമലയിൽ നിന്ന് കണ്ടെത്തിയ സൈനികൻ തോമസ് ചെറിയാന് വീരോചിതമായി വിട നൽകി ജന്മനാടും സൈന്യവും. വീട്ടിലും പള്ളിയിലുമായി ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, ഒരു 5.5 പതിറ്റാണ്ടിന്റെ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് ഒരു സൈനികന് രാജ്യം വിട നൽകുന്നത് എന്നുള്ളതിന് കൃത്യമായ ഒരു ഉദാഹരണം, അത്രമേൽ വീരോചിതമായ ഒരു യാത്രയയപ്പാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും അതുതന്നെയാണ്. അത്രമേൽ വിരോചിതമായൊരു യാത്രയപ്പ് തന്നെയാണ് നാടും സൈന്യവും എല്ലാം ചേർന്ന് നൽകിയത്. അങ്ങനെ 56 വർഷങ്ങൾക്ക് ശേഷം തോമസ് ചെറിയാൻ്റെ ചേതനയേറ്റ ശരീരം ഇലന്തൂരിലെ ജന്മ വീട്ടിലേക്ക് അല്ലെങ്കിൽ ജന്മദേശത്തേക്ക് എത്തുന്നു. രാവിലെ 10 മണിക്ക് എത്തുമ്പോൾ മുതൽ തന്നെ ധാരാളം ആളുകളാണ് തോമസ് ചെറിയാന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി ഇലന്തൂർ ജംഗ്ഷനിൽ കാത്തുനിന്നത്. പിന്നീട് അവിടുന്ന് സൈന്യത്തിൻ്റെ അകമ്പടിയോടെ വിലാപയാത്രയായി തന്നെയാണ് തോമസ് ചെറിയാൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നത്. അവിടെ വെച്ച് പ്രാർത്ഥനാ ചടങ്ങുകൾക്കൊപ്പം തന്നെ പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി പോലീസ് പൂർണ്ണ ബഹുമതികളോടെയാണ് തോമസ് ചെറിയാന് വിട നൽകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ആദരവാണ് പോലീസ് നൽകിയിരുന്നത്. അതിനുശേഷം പിന്നീട് ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് പള്ളിയിലെ കാരൂർ ഓർത്തഡോക്സ് ചർച്ചിലേക്ക് ഭൗതിക ശരീരം എത്തിക്കുന്നത്. വിലാപയാത്രയായി തന്നെയായിരുന്നു ഭൗതിക ശരീരം ഈ പള്ളിയിലേക്ക് എത്തിക്കുന്നത്. പള്ളിയിൽ വെച്ച് സംസ്ഥാന സർക്കാരിനായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണ അന്തിമ ഉപചാരം അർപ്പിച്ചു. ആന്റോ ആന്റണി MP രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തു. ഈ വേളയിലെല്ലാം തന്നെ നമ്മൾ ദൃശ്യമായത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരങ്ങളാണ് ഈ സൈനികനെ അവസാനം വിട നൽകാൻ വേണ്ടി ഇലന്തൂരിലേക്ക് എത്തിയിരുന്നത്. അതായത് 56 വർഷത്തിൻ്റെ കാലപ്പഴക്കമല്ല, 5.5 പതിറ്റാണ്ട് ഒടുവിൽ കണ്ടെത്തുമ്പോഴും ആ സൈനികന് എങ്ങനെയാണോ രാജ്യം നൽകുന്ന ആദരവ് അത് പൂർണ്ണമായി തന്നെ നൽകി ഒരു വിട നൽകുന്ന ഒരു കാഴ്ചയാണ് ഇലന്തൂരിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം തന്നെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എത്തി പ്രധാനമന്ത്രിക്ക് വേണ്ടി പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ള ആളുകളും നൽകേണ്ട ആദരവ് നൽകിക്കൊണ്ട് അതിൽ ജന്മദേശത്തിലേക്ക് എത്തുമ്പോൾ പല ആളുകളും, ഒരുപക്ഷെ തോമസ് ചെറിയാൻ ഇങ്ങനൊരു വ്യക്തി, ഓരോ സൈനികൻ അപകടത്തിൽപ്പെട്ട കഥ പോലെ കേട്ട് പരിചയമുള്ള ആളുകളായിരിക്കാം ഭൂരിഭാഗം ആളുകളും. എന്നാൽ ഇന്ന് തോമസ് ചെറിയാൻ ജീവിച്ചിരുന്നെങ്കിൽ 78 വയസ്സ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ തന്നെയും ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ആളുകളും ഉണ്ടായിരുന്നു. അന്ന് ഈ സൈന്യത്തിനായി സേവനമനുഷ്ഠിക്കാൻ 18-ാം വയസ്സിൽ യാത്ര തിരിക്കുമ്പോൾ ഈ സ്ഥലത്തെ പ്രദേശത്തെ ഏറ്റവും നല്ല യുവാവും അതുപോലെ മാതൃകപരമായ ജീവിതം കാഴ്ചവെച്ച വ്യക്തിത്വം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അനുസ്മരിച്ച്. അതിനുശേഷം 22-ാം വയസ്സിൽ 4 വർഷങ്ങൾക്ക് ശേഷം ലഡാക്കിലുണ്ടാകുന്ന അപകടത്തിൽ, വിമാന അപകടത്തിൽ 102 ആളുകളുമായി സഞ്ചരിച്ച സൈനികരുമായി യാത്ര തിരിച്ച വിമാനമാണ് തകർന്നു വീഴുന്നത്. അതിൽ തോമസ് ചെറിയാൻ ഉൾപ്പെടുകയുമായിരുന്നു. പിന്നീട് 56 വർഷത്തിനു ശേഷം തോമസ് ചെറിയാൻ്റെ ചേതനയേറ്റ ശരീരം ഇലന്തൂരിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഈ നാടിനു വേണ്ടി സേവനമനുഷ്ഠിക്കാൻ വേണ്ടി യാത്ര തിരിച്ച അപകടത്തിൽ മരണപ്പെട്ട തോമസ് ചെറിയാൻ എന്ന ധീര സൈനികന് അർഹിക്കുന്ന അംഗീകാരവും ആദരവും നൽകിക്കൊണ്ട് തന്നെയാണ് ഇലന്തൂരുകാർ മാത്രമല്ല, ഒരുപക്ഷെ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ പല ആളുകളും അങ്ങ് ദൂരെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ഒരു ധീര സൈനികന് 56 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ജന്മനാട് വിട നൽകുമ്പോൾ ആ വിട നൽകാൻ വേണ്ടി എത്തിച്ചേരുന്ന കാഴ്ചയുമുണ്ടായിരുന്നു. എന്തായാലും അങ്ങ് 56 വർഷങ്ങൾക്ക് ശേഷം വീരോചിതമായി വിട നൽകലാണ് നാടും സൈന്യവും തോമസ് ചെറിയാന് നൽകിയിരിക്കുന്നത്. സുജു പറഞ്ഞതുപോലെ തന്നെ അത്രമേൽ മാതൃകാപരമായ ഒരു ജീവിതം നയിച്ച ഒരു യുവാവ്, അത് നമുക്ക് അവിടെ കൂടി നിന്ന എത്രത്തോളം ആളുകൾ അവിടെ കൂടി നിന്നിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നെല്ലാം വ്യക്തമാണ് അദ്ദേഹം നാട്ടുകാർക്കടക്കം എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകൾ അന്ന് മരണാവ് ദിവസം തന്നെ, അല്ലെങ്കിൽ ഈ മരിച്ച ഒരു ദിവസമല്ല, ഈ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം ആറന്മുള പോലീസ് മുഖേനയാണ് ഈ കുടുംബത്തെ അറിയിക്കുന്നത്. അതിനുശേഷം മാധ്യമങ്ങൾ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവിടെ എത്തിയിരുന്നു. അവരെല്ലാം തന്നെ തോമസ് ചെറിയാനെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക, അല്ലെങ്കിൽ ഒരു യുവാവ് എങ്ങനെയാണോ സൈനികരാകേണ്ടത് മാതൃകപരമായ ജീവിതം നയിച്ചു തന്നെയാണ് സൈനിക വൃത്തിയിലേക്ക് അദ്ദേഹം കടന്നിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരി
ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റുമാണ് ഈ തോമസ് ചെറിയാന് അപകടമുണ്ടാകുന്നതും അന്നു മുതൽ തന്നെ ആ സഹോദരിയും ആഗ്രഹിച്ചിരുന്നു തോമസ് ചെറിയാൻ്റെ ഒന്ന് അവസാനം ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം. തോമസ് ചെറിയാൻ്റെ അമ്മയും, അതായത് സൈനികൻ്റെ അമ്മയും അച്ഛനുമൊക്കെ തന്നെ ഈ ആഗ്രഹം ബാക്കി വെച്ചാണ് വിട പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഇതാ ആ കുടുംബത്തെ തേടിയെത്തിയ വാർത്ത തീർച്ചയായും ആശ്ചര്യം നിറഞ്ഞതാണ്, വിഷമിപ്പിക്കുന്നതാണ്. ഏത് ഘട്ടത്തിലാണെങ്കിലും ആ മൃതദേഹം, ആ ചേതനയേറ്റ ശരീരം വീട്ടിലേക്ക് എത്തുന്നത് അത് തീർത്തും വൈകാരികമായ നിമിഷമാണ്. കുടുംബത്തിന് വിഷമകരമായ സന്ദർഭം തന്നെയാണ്. എന്നിരുന്നാൽ പോലും 56 വർഷത്തിന് ശേഷം ജന്മനാട്ടിൽ ഒരു അന്ത്യവിശ്രമം ഒരുക്കുക എന്നത് തീർച്ചയായിട്ടും കുടുംബത്തിനെ സംബന്ധിച്ചോളം ആശ്വാസകരമാണ്. പ്രത്യേകിച്ച് മതാചാരപരമായ ചടങ്ങുകൾ, അവരുടെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ ദേവാലയത്തിൻ്റെ പരിസരത്ത് തന്നെ അവിടെ തന്നെ അന്ത്യവിശ്രമം ഒരുക്കുവാനും പ്രത്യേകിച്ച് സഭയുൾപ്പെടെ ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യം, അതായത് ആദരസൂചകമായി പ്രത്യേക കല്ലറ തന്നെ കുടുംബകല്ലറയിൽ നിന്ന് വിപുലമായി ഒരുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ആദരവ് സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇന്ന് സംസ്ഥാന സർക്കാരിന് ഒരു വീണ ജോർജ് മന്ത്രി എത്തുമ്പോഴും ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം മൃതദേഹം തിരുവനന്തപുരത്ത് സൈനിക വിമാനത്താവളത്തിലേക്ക് അല്ലെങ്കിൽ സൈനിക താവളത്തിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രി വീണ ജോർജ് തുടങ്ങിയ ആളുകൾ അവിടെ പങ്കെടുക്കുന്നത് തോമസ് ചെറിയാന് നൽകുന്ന ഏറ്റവും ബഹുമാനപൂർവ്വമുള്ള ആദരവ് തന്നെയാണ്. അത്തരം ആദരവിൽ കൂടെ തന്നെയാണ് രാജ്യത്തിൻ്റെ ധീര പൗരന്മാരെ അല്ലെങ്കിൽ സൈനികരെ, ജവാന്മാരെ നമ്മൾ ആദരിക്കുന്നത്, അവരെ ബഹുമാനിക്കുന്നത്. ആ ബഹുമാനം ഇന്ന് നടന്ന ഈ വിലാപയാത്രയിലും സംസ്കാര ചടങ്ങുകളെല്ലാം ഉടനീളം നമുക്ക് ദർശിക്കുവാൻ സാധിച്ചിരുന്നു. ഒരു പക്ഷേ സമീപകാലത്തൊന്നും തന്നെ ഈ പത്തനംതിട്ട ഇലന്തൂരിൽ ഇത്രയധികം ഒരു ജനസഞ്ചയം കാണുവാൻ സാധ്യമല്ല. സമൂഹത്തിന് വിരോചിതമായ യാത്രയയപ്പ് തന്നെയാണ് ജന്മനാട് നൽകിയിരിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം അവിടെ എത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് അടക്കം അനുശോചനം അർപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ വിരോചിതമായ ഒരു യാത്രയയപ്പ് തന്നെയാണ് ആ ധീര സൈനികന് ജന്മനാടായ ഇലന്തൂർ നൽകിയിരിക്കുന്നത്.